നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 2 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ടാണ് ഇന്ന് 2 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 2 ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് കേരളത്തിലെ മഴ സാഹചര്യം ഇത്തരത്തിൽ ശക്തമായി തന്നെ തുടരുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം കാരണം കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളും ശക്തമായ മഴ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലെ മഴ സാധ്യത മുന്നറിയിപ്പ് കൂടി നോക്കാം. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. മഞ്ഞ അലർട്ട് നോക്കാം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 20-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയോടനുബന്ധിച്ചാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. പക്ഷേ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്കും അവധി ബാധകമാണ്. മാത്രമല്ല, ഇന്ന് നടക്കേണ്ട ഓണ പരീക്ഷ അടക്കം മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് മഴയുടെ ഒരു അന്തരീക്ഷം എത്തിച്ചിരിക്കുകയാണ്. ഓണപരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റ് പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ലെന്നും തൃശൂർ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഡാമുകളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. മഴ തീവ്രമായതോടെ മേജർ ഡാമുകൾ നിറയുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കി ഡാമിൽ നീല അലേർട്ടാണ്, അത് പിന്നിട്ടിരിക്കുകയാണ്. ജലനിരപ്പ് 30 സെന്റിമീറ്റർ കൂടി ഉയർന്നാൽ ഇടമലയാർ ഡാം ബ്ലൂ അലേർട്ടിലേക്ക് എത്തും. കക്കി, ബാണാസുര, ഷോളയാർ, പെരിങ്ങൽകൂത്ത്, മൂഴിയാർ ഡാമുകൾ തുറന്നതായി KCB അധികൃതർ വ്യക്തമാക്കി. ഇടുക്കിയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി, ഇരട്ടയാർ അണക്കെട്ടുകളും തുറന്നിട്ടുണ്ട്. മഴക്കാലത്ത് നിലനിർത്താവുന്ന ജലനിരപ്പ് പിന്നിട്ടതോടെയാണ് ഡാമുകൾ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി തുറന്നത്. കുറഞ്ഞ അളവിലാണ് തുറന്നിട്ടുള്ളത്. ഇടുക്കി ഡാമിൽ പരമാവധി ജലനിരപ്പ് 2403 അടിയാണ്. പക്ഷേ നിലവിൽ നിലനിർത്താവുന്ന അളവ് ക്രമീകരിച്ചിരിക്കുന്നത് 2386 അടിയായിട്ടാണ്. ഞായറാഴ്ച രാവിലെ ജലനിരപ്പ് 2378 അടിയാണ്. നീല അലർട്ട് 2378 അടിയും, ഓറഞ്ച് 2384 അടിയും, റെഡ് 2385 അടിയുമാണ്. വൈകിട്ട് ജലനിരപ്പ് 2379 അടിയായതോടെയാണ് നീല അലർട്ട് പിന്നിട്ടത്. ഇടമലയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് 24 മണിക്കൂറിനിടെ 54 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഡാമിലെ ജലത്തിന്റെ അളവ് വൈകിട്ടോടെ 79.37% ഉയരുകയും ചെയ്തു. ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 169 മീറ്ററാണ്. റൂൾ കർവ് 163.5 മീറ്ററാണ്. ഈ അളവിലെത്തിയാലാണ് ഡാം തുറക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടത്തെ ജലനിരപ്പ് 161.70 മീറ്ററാണ്. രാവിലെ 161.55 മീറ്ററായിരുന്നു ജലനിരപ്പ്. വൈകിട്ടോടെ ഇത് 15 സെന്റിമീറ്റർ കൂടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 158.31 മീറ്ററായിരുന്നു ജലനിരപ്പ്. തമിഴ്നാട്ടിലെ ലോവർ നീരാർ അണക്കെട്ടും തുറക്കാൻ സാധ്യതയുണ്ടെന്നും KCBL അധികൃതർ വ്യക്തമാക്കി. അതിനിടെ ഭൂതത്താൻകെട്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. ഇതിനെ തുടർന്ന് ശനിയാഴ്ച മുതൽ 15 ഷട്ടറും തുറന്നു. ഇടമലയാറും നീല ജാഗ്രതയിലേക്കാണ്. ഇത്തരത്തിലാണ് ഈ ഡാമുകളുടെ ഒരു അവസ്ഥ ആയിരിക്കുന്നത്. ഡാമുകളിൽ ജലം നിറയുകയാണ് മഴ സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ.
മറ്റൊരു വാർത്ത, യമുന നദിയിൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. 2 ദിവസത്തിനുള്ളിൽ നദിയിലെ ജലനിരപ്പ് അപകട പരിധിക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് ഡൽഹി സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക്. ഓഗസ്റ്റ് 19 പുലർച്ചെ 2 മണിയോടെ, അതായത് നാളെ പുലർച്ചെ 2 മണിയോടെ അപകട നിലയായ 206 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് എത്തിയേക്കുമെന്നാണ് ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഹത്നികുണ്ടിൽ നിന്ന് വൻതോതിൽ ജലം ഒഴുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ യമുനയിലെ ജലനിരപ്പ് അതിവേഗം ഉയർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല 1,00,000 ക്യൂസെക്സ് ജലമാണ് ഡാമിൽ നിന്ന് വൈകിട്ട് 4 മണിയോടെ ഒഴുക്കിവിട്ടത്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഹത്നികുണ്ടിൽ നിന്ന് മണിക്കൂറിൽ 38,897 ക്യൂസെക്സ് എന്ന തോതിലാണ് ജലം തുറന്നുവിട്ടത്. അതേസമയം ബാസിരാബാദിൽ നിന്ന് മണിക്കൂറിൽ 45,620 ക്യൂസെക്സ് എന്ന നിലയിലും വെള്ളം തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായി. ജലനിരപ്പ് 206 മീറ്റർ എത്തിയാൽ ഉടൻ ആളുകളെ ഒഴിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കും. എന്തായാലും അടുത്ത് നമുക്ക് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. ഇന്ന് തെക്കു കിഴക്കൻ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങൾ, ആൻഡമാൻ കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല 19-ാം തീയതി തെക്കു കിഴക്കൻ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ കിഴക്കൻ അറബിക്കടൽ, കൊങ്കൺ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 20-ാം തീയതി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ബംഗാൾ ഉൾക്കടലിലെ കടൽ പ്രദേശങ്ങൾ, വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്ക് കിഴക്കൻ അറബിക്കടൽ, വടക്കൻ ആന്ധ്രാപ്രദേശ്, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്കൻ കൊങ്കൺ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 70 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.